ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 10 കെമിസ്ട്രിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി കോമൺ സബ് ഷെൽ പ്രസൻറ്റ് ഇൻ ഓൾ ഷെൽ? എല്ലാ ഷെല്ലിലും കാണപ്പെടുന്നതായിട്ടുള്ള കോമൺ സബ് ഷെൽ ഏതാണ് എസ് സബ് ഷെൽ. വാട്ട് ഈസ് ദി മാസ് ഓഫ് 224 ലിറ്റർ CO2 അറ്റ് STP? CO2 അറിയാലോ, കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ വോളിയം ബൈ 22.4 ലിറ്റർ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് വേണം. ഒരെണ്ണം നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ വോളിയം ബൈ 22.4ഉം അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ്. മോളുകളുടെ എണ്ണം ഈക്വൽ തന്നിരിക്കുന്ന വ്യാപ്തം ബൈ 22.4. നമ്പർ ഓഫ് മോളുകളുടെ എണ്ണം ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ വോളിയം ബൈ 22.4 ലിറ്ററിൽ നമുക്ക് തന്നിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഗിവൺ വോളിയം തന്നിരിക്കുന്ന വ്യാപ്തം എത്രയാണ്? 224 by 22.4. അപ്പം നമുക്ക് എത്ര കിട്ടും? ഈക്വൽ 10 മോൾസ് എന്ന് കിട്ടും. അപ്പോൾ 10 മോൾസ് കിട്ടി. ഇനി എന്താണ്? നമുക്ക് മാസ്സാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് മോൾസിൻ്റെ എണ്ണം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 10 ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്. മാസ് നമുക്കറിയത്തില്ല, മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 44ആണ്. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് മാസ് ഈക്വൽ 44 ഇൻറ്റു 10 എന്ന് വരും. മാസ് ഈക്വൽ 44 ഇൻറ്റു 10. കാരണം ഇവിടെ ഡിവൈഡ് ആയിട്ടാണ് കിടക്കുന്ന 44. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇൻറ്റു, അപ്പോൾ 44 ഇൻറ്റു 10. അപ്പം നമുക്ക് മാസ് എത്ര എന്ന് കിട്ടും? 440 ഗ്രാം എന്ന് കിട്ടും. 440 ഗ്രാം എന്ന് കിട്ടും മാസ്. അവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യന് മാസ് കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷെ നമുക്ക് 224 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STPയിലുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മോൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. അങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ വോളിയം ബൈ 22.4. അപ്പോൾ 224 ബൈ 22.4 നമുക്ക് 10 മോൾസ് കിട്ടും. നമുക്ക് വേറൊരു ഇക്വേഷനും അറിയാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ്. ഇവിടെ നമുക്ക് മോൾസിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ മാസ് ഈക്വൽ 44 ഇൻറ്റു 10 ഈക്വൽ 440 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ദി എലമെൻറ്റ് ഹാവിങ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3d3 4s1? അതിനായിട്ട് നമ്മൾ എന്താ ചെയ്താൽ മതി? ആർഗണിൻ്റെ 18, ഈ 3, ഈ 1 കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ കിട്ടും 22 എന്ന് കിട്ടും. 4, വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്ഷെൽ ഈസ് നോട്ട് പോസിബിൾ? ഏത് സബ്ഷെല്ലാണ് പോസിബിൾ അല്ലാത്തത്? ഏതാണ്? 3D പോസിബിൾ ആണ്, 3P പോസിബിൾ ആണ്, 4F പോസിബിൾ ആണ്. ഏതാണ് പോസിബിൾ അല്ലാത്തത്? 3F ആണ് പോസിബിൾ അല്ലാത്ത സബ്ഷെല്ല്. 3F ആണ് പോസിബിൾ അല്ലാത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് സാമ്പിൾസ് തന്നിട്ടുണ്ട് ഈ ചോദ്യത്തിൽ. ആദ്യം H2SO4ൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ സൾഫറിൻ്റെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മോളിക്കുലർ മാസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. അവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 1 × 2 പ്ലസ് സൾഫറിൻ്റെ 32 ആണ് അറ്റോമിക് മാസ്, 32 പ്ലസ് 16 ആണ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ്, 16 ആണ്. ഇൻറ്റു എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ മൊത്തം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 98 ഗ്രാം എന്ന് കിട്ടും. 98 ഗ്രാം എന്ന് വരും. മോളിക്കുലർ മാസ് ഓഫ് H2SO4 എത്രയാണ്? 98 ഗ്രാം. റൈറ്റ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ സാമ്പിൾ സി. അതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ സാമ്പിൾ സി എന്ന് പറയുന്നത് O2 ആണ്. O2യിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കൂ, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ O2. O2 എന്ന് പറയുമ്പോൾ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ഉണ്ട് അല്ലേ?
അപ്പോൾ 2 ഇൻറ്റു അവഗാഡോ നമ്പർ ചെയ്യുന്നതാണ് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു എൻ എന്ന് വരും. 2 ഇൻറ്റു എൻ ആണ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത്. എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ കൂടെ അവഗാഡോ നമ്പറും കൂടെ ഇൻറ്റു ചെയ്യുന്നതാണ് നമുക്ക് അതിൻ്റെ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന എത്ര ആറ്റം ഉണ്ടോ എന്ന് നോക്കുക, അതിൻ്റെ കൂടെ അവഗാഡോ നമ്പറും കൂടെ ഇൻറ്റു ചെയ്താൽ മതിയാവും. മൂന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദി സാമ്പിൾസ് ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ്. ആറ്റങ്ങളുടെ എണ്ണം ഒരുപോലെ വരുന്ന സാമ്പിൾസ് ഏതൊക്കെയാണ്? സാമ്പിൾ എ നോക്ക്, 2 ആറ്റങ്ങളേ ഉള്ളൂ. N2 എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ആറ്റങ്ങളുടെ എണ്ണം 2 ഇൻറ്റു എൻ. നമ്മൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ കൂടെ അവഗാഡോ നമ്പറും കൂടെ ഇൻറ്റു ചെയ്യണം. 2 ഇൻറ്റു എൻ ആണ് സാമ്പിൾ എ എന്ന് പറയുന്നത്. ഇനി സാമ്പിൾ ബി എന്ന് പറയുന്നത് H2SO4. അതിൽ എത്ര എണ്ണം ഉണ്ട്? 2 ഹൈഡ്രജൻ പ്ലസ് 1 സൾഫർ, 3 പ്ലസ് 4 ഓക്സിജൻ, അപ്പോൾ 7. അപ്പോൾ 7 ഇൻറ്റു എൻ, 7 ഇൻറ്റു എൻ എന്ന് വരും സാമ്പിൾ ബിയുടെ ആറ്റങ്ങളുടെ എണ്ണം. ഇനി സിയോ 2 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ വരും? 2 ഇൻറ്റു എൻ, 2 ഇൻറ്റു എൻ. സാമ്പിൾ ഡിയോ, അതിൽ 1 നൈട്രജനും 3 ഹൈഡ്രജനോ, അങ്ങനെ മൊത്തത്തിൽ എത്ര ആറ്റം ഉണ്ട്? 4 ആറ്റം ഉണ്ട് സാമ്പിൾ ഡിയിൽ. അപ്പോൾ 4 ഇൻറ്റു എൻ എന്ന് വരും. 4 ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ അവഗാഡോ നമ്പർ. അപ്പോൾ ഏത് സാമ്പിൾസിനാണ് ഒരേപോലെ ആറ്റങ്ങളുടെ എണ്ണം വരുന്നത്? എയ്ക്കും സിക്കും. ഏതൊക്കെയാ? എയും സിയും. മനസ്സിലായ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നോക്കുക, അതിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട് അവരുടെ കൂടെ അവഗാഡോ നമ്പറും കൂടെ ഇൻറ്റു ചെയ്ത് എഴുതി വെക്കുന്നതാണ് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. മോളിക്കുലർ മാസ് സൾഫ്യൂരിക് ആസിഡിൻ്റെ H2SO4ൻ്റെ 98 ഗ്രാം ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്